3 പതിറ്റാണ്ട് കഴിയുമ്പോഴും ചെങ്ങന്നൂർ മൗലവി തിരോധാനത്തിന്റെ ദുരൂഹതകൾ ഇതുവരെ മറനീക്കി പുറത്തു വന്നിട്ടില്ല. കേസ് അട്ടിമറിക്കുന്നതിന് മാറി മാറി വന്ന ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായത്. ചെങ്ങന്നൂർ മൗലവി തിരോധാനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ അതിവേഗം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യാപിക്കില്ലായിരുന്നു. ജീവിച്ചിരിക്കുന്ന ചേകനൂരിനേക്കാൾ എത്രയോ അപകടകാരിയാണ് മരിച്ചുപോയ ചേകനൂർ. അദ്ദേഹം ജീവിതം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ മരണം ചെയ്യും. അദ്ദേഹം നിങ്ങളെ വിചാരണയിലൂടെയും 3 പതിറ്റാണ്ടിനിപ്പുറവും ചേകന്നൂർ മൗലവി മുന്നോട്ട് വച്ച ആശയങ്ങളും ഭയമേതുമില്ലാതെ തുറന്നു പറഞ്ഞ കാര്യങ്ങളും എല്ലാം പ്രസക്തം. പറഞ്ഞതൊക്കെ ശരിയെന്ന് ആവർത്തിച്ചു തെളിയിക്കുന്നു ആനുകാലിക സംഭവങ്ങൾ. എന്തുകൊണ്ട് ഈ തിരോധാനത്തിന്റെ ദുരൂഹതയുടെ ചുരുളഴിയുന്നില്ല? ഉത്തരം ലളിതം. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര മുസ്ലിം സംഘടനയുടെ മുസ്ലിം മതസംഘടനയുടെ നേതാവാണ് ചേകന്നൂർ മൗലവിയുടെ സ്ഥാനത്ത് കൊല്ലപ്പെട്ടതെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടത്തും വലത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ആ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പറയുക മാത്രം. പരസ്യമായി പലതവണ ഇതൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും ഫലമൊന്നുമില്ല എന്ന് മാത്രം. കുറ്റവാളികൾ ഇപ്പോഴും കാണാമറയത്ത്. അദ്ദേഹത്തിന്റെ തിരോധാനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹവ്വ ഉമ്മ തന്നെ മൊഴി നൽകിയതിനനുസരിച്ച് ഒരു വി ഹംസ എന്ന് പറയുന്ന ആളിനെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ളവരാണ്. അവരൊക്കെ രക്ഷപ്പെട്ടു. എല്ലാവരും ഏതാണ്ട് രക്ഷപ്പെട്ടു. CBI പോലും കേസ് ഫയൽ ക്ലോസ് ചെയ്തു. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മാറി മാറി വന്ന ഭരണാധികാരികൾ ആരും ആത്മാർത്ഥത കാണിച്ചില്ല. യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടിയിരുന്നെങ്കിൽ കേരളത്തിൽ മതതീവ്രവാദത്തിന്റെ വളർച്ച തടയാമായിരുന്നു. അന്നു വരുത്തിയ ഗുരുതര വീഴ്ച ഇന്ന് തീവ്രവാദികളുടെ വിളനിലമായി കേരളം മാറാൻ കാരണം. ജനം, കോഴിക്കോട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടാത്ത കാര്യമാണ് ചേകന്നൂർ മൗലവിയുടെ കാര്യത്തിൽ. അതായത് നല്ല സന്ദേശം പറഞ്ഞാൽ ഇതാണെന്ന സൂചനയാണോ ഇതിലൂടെ 31 വർഷങ്ങൾക്ക് മുൻപ് നാം കണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം നമുക്ക് ഇതിനെ പറയാൻ. കാരണം സമൂഹത്തിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ, വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീവ്ര യജ്ഞം തന്നെയായിരുന്നു ചേകന്നൂർ മൗലവി മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെ പോയിരുന്നത്. അത് കൃത്യമായി, അത് വസ്തുനിഷ്ഠമായി തന്നെ അദ്ദേഹം ഓരോ വേദികളിലും കൃത്യമായി പറഞ്ഞിരുന്നു എന്നതാണ്. അത് ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും ഈ 31 വർഷങ്ങൾക്ക് മുമ്പും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം തന്നെ നടന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 31 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അതിനുശേഷം CBI അന്വേഷിക്കുന്നു. പക്ഷേ ഈ 3 ഏജൻസികൾ സമഗ്രമായി അന്വേഷിച്ചിട്ട് പോലും ഇതിൻ്റെ വസ്തുത എന്ത്, അല്ലെങ്കിൽ ചേകന്നൂർ മൗലവിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നു. അതിൽ കൃത്യമായി തന്നെ നമ്മൾ നേരത്തെ ടെലികാസ്റ്റ് ചെയ്ത ആ സ്റ്റോറിയിൽ തന്നെ അത് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതായത് 3 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്നും ഏറെ പ്രസക്തമാണ്. അല്ലെങ്കിൽ അത് ശരിയായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തുന്നു. ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയിലേക്ക്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ആപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അത് ഒരു വലിയ ചൂണ്ടുപലകയായി തന്നെ നിന്നിരുന്നതിനെ. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം കേരളത്തിൽ ഉണ്ടായിരുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഈ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് ശേഷം ഉണ്ടായ ഈ ഒരു പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിലേക്ക് ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് കൃത്യമായി വളമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കൃത്യമായി വളമിട്ടത് ഇടതു വലതു സർക്കാരുകളാണ്. ഇവരും തന്നെ കൃത്യമായ ഒരു ആത്മാർത്ഥത ഈ കേസ് അന്വേഷണത്തിൽ, അല്ലെങ്കിൽ ഈ തിരോധാനത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രഹസനം പോലെ തന്നെ അന്വേഷണങ്ങൾ
ശ്രമങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുക, നമുക്കറിയാം ആ കാലത്ത് CBI അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സമൂഹത്തൊന്നാകെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇത്തരം ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതിനുശേഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വന്ന ആ തീവ്രവാദത്തെക്കുറിച്ച്, ആ കണക്കുകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആണെങ്കിൽ ഇതിനു ശേഷം ഉണ്ടായ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തെ നന്മയിലേക്ക് അല്ലെങ്കിൽ മതത്തെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയൊരു തീവ്രവാദത്തിലേക്ക് കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു സന്ദേശം തന്നെയാണ് അതിൻ്റെ ചെകന്നൂർ മൗലവിയുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ശരി അരുൺ.